രാജു പി നായർക്ക് ഒരു സംഗതി മനസ്സിലാക്കി കൊടുക്കട്ടെ. ഗർഭഛിദ്രം ചെയ്യാൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയും അപേക്ഷിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി എടുത്ത നടപടിയെ ന്യായീകരിക്കാനും ഒക്കെ കുറെ ആൾക്കാരെ പേര് പറഞ്ഞു. കുറെ BJPയുടെ അന്യസംസ്ഥാന നേതാക്കന്മാരെ, കേരളത്തിൽ തന്നെയുള്ള CPMന്റെ ഒരു നേതാവിന്റെ MLAയുടെ ഒക്കെ പേര് പറഞ്ഞു. അവരൊക്കെ നിഷേധിച്ചു, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് കെട്ടിച്ചമച്ചതാണ്, തന്റെ അടുത്തോടെ പറഞ്ഞു. പക്ഷെ ഈ മനുഷ്യൻ ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് കൊന്നു കളയുന്ന എനിക്കറിയാം. അവിടെയല്ലേ പ്രശ്നം. ഞാൻ അങ്ങനെ ലൈംഗിക ചൊവ്വയുള്ള മെസ്സേജുകൾ ഈ രണ്ട് സ്ത്രീകൾക്ക് അയച്ചിട്ടില്ല. പറയട്ടെ, അവർ പറയുന്നത് നുണയാണെന്ന് പറയട്ടെ, അല്ലെ അവർ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പറയാന്ന് പറയട്ടെ. പിന്നെ വേറൊരു വലിയ ഒരു വോയിസ് മെസ്സേജ് വന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല, വളരെ മോശം വിഷയമാണ്. സ്നേഹമല്ല, അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. അത് ഞാനല്ല, എനിക്ക് അതിൽ പങ്കില്ല. ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞതുപോലെ അത് എന്റേതല്ല, എന്റേത് ഇങ്ങനെയല്ല. എന്റെ ഗർഭം ഇങ്ങനല്ല. ഇല്ല, ഈ മനുഷ്യൻ നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ കുറെ പേര് പറഞ്ഞല്ലോ, അങ്ങ് ഉത്തർപ്രദേശിലെയും കേരളത്തിലും ഒക്കെ. അവരൊക്കെ അത് നിഷേധിക്കാനുള്ള ഒരു തന്റെ ഇടം കാണിച്ചിട്ടുണ്ട്. തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം. അവസാനത്തെ ഒരു അടവോടുണ്ട്, കണ്ടോണേ. തലവേദനയ്ക്ക് ഡിവൈഫൈക്കാര് പാരാസെറ്റമോൾ ഒക്കെ കൊറിയർ അയച്ചായിരുന്നു, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ മനുഷ്യൻ ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. ഈ ബഹളം മുഴുവൻ ഉണ്ടായിട്ടും അവിടെയാണ് വ്യത്യാസം. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഏക വ്യത്യാസം അതാണ്. നിങ്ങളുടെ വികൃതമായ മുഖം ഭംഗിയാക്കാനുള്ള പാഴ്ശ്രമം മാത്രമാണ് കോൺഗ്രസ്സുകാരാ. ഇതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. പാര തൊലിക്കെട്ടി തന്നെ സോളിഡ് എവിഡൻസോട് കൂടി ഒരുത്തൻ MLA ആയിട്ട് കോൺഗ്രസിൽ ഇപ്പോഴും